അപ്പോൾ ഷഫീദ് റാവുത്തർ, എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു വിഷു ആഘോഷം? ഭക്തിസാന്ദ്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലത്തെ അവിടെയുള്ള ഒരു ആഘോഷ നിറവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എങ്ങനെയുണ്ട്? അതോടൊപ്പം വെൽക്കം ടു ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി, വയനാട്. ഷഫീദ്. എസ്.കെ.എൻ. ഹാഷ്മി, സുഹൈൽ, മൂന്ന് പേർക്കും വിഷു ആശംസകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് രാവിലെ മുതൽ വലിയ ഭക്തജനത്തിരക്ക് നമുക്ക് കാണാം. ഈ വടക്കൻ കേരളത്തിൽ മാത്രമല്ല, തെക്കോട്ടും വ്യത്യസ്തമായ രീതിയിൽ, പ്രത്യേക രീതിയിലുള്ള വിഷു ആഘോഷങ്ങളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 3 മുതൽ 4:30 വരെയുള്ള സമയത്തായിരുന്നു ഈ വിഷു കണി ഉണ്ടായിരുന്നത്. വലിയ തിരക്ക്, വലിയ ഭക്തരുടെ തിരക്ക് ആ സമയത്ത് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയാണ്. ഈ പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട പാണ്ഡവന്മാരുടെ രൂപം, അതൊരു സാങ്കല്പിക വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ആ രൂപമടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് രാവിലെ ഏതാണ്ട് ഒരു 6 മണി വരെയുള്ള സമയം ഇവിടേക്ക് ഭക്തർ ഇങ്ങനെ ഒഴുകുന്നു. അത് ഈ സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് മാത്രം ഭക്തരല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തിയ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനി കൃത്യം 8:30-ക്കാണ് നട തുറക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഈ ദിവസം സാധാരണഗതിയിൽ ഈ വേനലവധിക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒരു തിരക്ക് അത് നമുക്ക് ഇവിടേക്ക് കാണാം. ഇനി 8:30 മുതൽ, അതായത് ദർശനം തുടങ്ങുന്ന 8:30 മുതലുള്ള സമയത്തും കാര്യമായ തിരക്ക് ഇവിടേക്ക് ഉണ്ടാകും. കഴിഞ്ഞ ദിവസവും വിഷു ദിവസം റെക്കോർഡ് ഭക്തരുടെ തിരക്കുണ്ടായിരുന്നു. അത് ഇത്തവണയും ക്ഷേത്ര ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റു ക്ഷേത്രങ്ങൾ, പഴവങ്ങാടി ഉൾപ്പെടെയുള്ള മറ്റു ക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് അത് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ മാത്രമല്ല, തെക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളും വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾ, ഉത്സവ പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട വലിയ തിരക്കുകൾ അത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ട്. അതേസമയം ഈ മാർക്കറ്റുകളടക്കം വലിയ സജീവമായിരുന്നു ഇന്നലെയൊക്കെ. ഇന്നും അതിൻ്റെ ഒരു തുടർച്ച കാണാം. അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ മറ്റു ചില പ്രതിഷേധ സാധ്യതകൾ കൂടി, അതായത് ആഘോഷ ദിവസമാണെങ്കിലും രാഷ്ട്രീയമായ പ്രതിഷേധ സാധ്യത കൂടി നമുക്ക് ഇന്ന് വിലയിരുത്താൻ കഴിയും.